ഹായ് ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒളോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. സ്ഥലത്ത് കാണാൻ പറ്റിയ കാണുന്നുണ്ടോ? ഈ കാണുന്ന പുഴ നദി പോലെ കിടക്കുന്ന പുഴ. ആ പുഴയുടെ ഓരത്ത് നമ്മുടെ ഒരു പെട്ടിക്കട, ഒരു ചെറിയ പെട്ടിക്കട, നമ്മുടേതല്ല, നമ്മുടെ സ്വന്തം മനോഹരത്തിൻ്റെ പെട്ടിക്കട. ഇതാണ് നമ്മളെ മനോഹരട്ട്. മനോഹരട്ട എല്ലാവർക്കും ഒരു ഹായ് പറയും. ഹായ്. അപ്പൊ മനോഹരട്ട എത്ര കൊല്ലമായി ഇവിടെ കച്ചവടം ചെയ്യുന്നത്? ഇവിടെ ഇപ്പൊ 5-6 കൊല്ലം. പിന്നെ അത് ആദ്യത്തെ കുറെ കൂട്ടിയിട്ടുണ്ടോ ഈ കൊറോണ സമയത്ത്? കൊറോണ സമയത്ത് മുമ്പ് തുടങ്ങിയോ? പിന്നെ കൊറോണ സമയത്ത് കുറച്ചൊക്കെ പൂട്ടിയിട്ട് പിന്നെ ഇപ്പൊ ഇങ്ങനെ ബോട്ടുണ്ടായതൊക്കെ പിന്നെ ബോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ പുഴയില് ബോട്ടിങ് സർവീസ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ബോട്ടിങ് വെച്ചാല് 3-4 ഉള്ളൂ അല്ലേ? അപ്പൊ ഈ അടുത്ത കാലത്താണ് ഈ പ്രദേശം അറിയപ്പെട്ടത് അല്ലേ? 2019 അപ്പൊ ഒരു 6 കൊല്ലം. അപ്പോ നല്ല സുന്ദരമായ സ്ഥലം, നല്ല തണുത്ത കാറ്റടിക്കുന്നു. എന്താ സുഖം ഇവിടെ ഇരിക്കാൻ. മനോഹരമായിട്ട് ഇവിടെ ഇരുന്നാല് ഉറങ്ങി പോകാറുണ്ടോ? അങ്ങനെ ഇങ്ങനെ വരും. കാറ്റിങ്ങനെ കൊണ്ട് ഇതായി പറഞ്ഞേ ഞങ്ങളിപ്പോ കുറച്ചു നേരം ഇവിടെ നിന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് എന്താ ഉറക്കം വരുന്നു. നല്ലൊരു സുഖം, നല്ല എന്താ പറയാ, നല്ലൊരു സുഖമാണ്. അതെ. അപ്പൊ മനോഹരത്തിന്റെ വീട് ഇവിടെ അടുത്തന്നെയാണ്. അവിടെ അത് ശരി. അപ്പോ മനോഹരട്ടെ, ഈ പെട്ടിക്കട തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു ജോലി? എനിക്ക് ആദ്യം പിന്നെ പല കൂലിപ്പണി ഉണ്ട്. എനിക്ക് ഒരു മരത്തുമണ്ട് കയറി മരത്തുമണ്ട് വീണ് തന്നെ പറ്റിയായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കമ്പ്യൂട്ടർ. പിന്നെ കുറെ കാലം ഇങ്ങനെ കുറെ കടന്ന് ഇങ്ങനെ ഇതായതായിരുന്നു. പിന്നെ മക്കളുണ്ട് 2 മക്കളുണ്ട്. അവർക്ക് ജോലിയൊക്കെ ഉണ്ടോ? അവർക്ക് മുതൽ പെണ്ണായിരുന്നു. മോളെ കല്യാണം കഴിഞ്ഞ് പിന്നെ മോനെ ഒരു അക്കൗണ്ടന്റായിട്ട് പോവുക. ഇവിടെ എത്തിപ്പാടം കമ്പനിയാ. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ പ്രകൃതി ഭംഗി, അതിന്റെ റോഡിന് അരികിന് ചേർന്ന് ഇരിക്കുന്ന നിങ്ങളെ മനോഹരത്തിനെ കണ്ടപ്പോ ഞങ്ങൾക്ക് വളരെ ഒരു എന്താ പറയാ, ഒരു എന്തൊക്കെയോ ഒന്ന് തോന്നിപ്പോ. വളരെ മുമ്പേ പല പണിക്കൊക്കെ പോകുന്നായിരുന്നു. പല പണി ചെയ്തു. ഇവിടെ കച്ചവടം ഉണ്ടാകാറുണ്ടോ? കച്ചവടം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടായില്ല. ഒന്നാമത് പൊതുവെ ആള് കുറവാണ്. ശനി ഞായറൊക്കെ ഉണ്ടാവും. പിന്നെ മുമ്പൊക്കെ എല്ലാം പോയിട്ടൊക്കെ ഉള്ള ആളുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് മോശമാണ്. ഇനി കുറച്ച് ഇതായി കഴിഞ്ഞാലൊക്കെ സാമ്പത്തികം കൂടി പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ വരും. പഴയ പുറത്തുനിന്നും ആള് വരും. ഏതായാലും നമ്മളിപ്പോ ഇത് കണ്ടിട്ട് ദൂര സ്ഥലത്തു നിന്നൊക്കെ ആള് വരട്ടെ. മനോഹരമായിട്ടൊന്ന് നല്ല കച്ചവടം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങള് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഇനി അടുത്തേക്ക് വരും. ഓക്കെ. നിങ്ങളെ വീട്ടില് മറ്റേ ഞായറാഴ്ചക്കാരനെ വീട്ടുണ്ട്. ഇന്ന് വീട്ടൊന്നും അങ്ങനെ ഓടിയില്ല. 1-2 ഓടിയുള്ളൂ. മറ്റേ ഞായറാഴ്ചയൊക്കെ ഫുള്ള് ഓട്ടാ വീട്ടിന്.